ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. റോഡരികുകളിൽ മാലിന്യം തള്ളി സ്ഥലം വിടുന്ന പതിവാണ് മലയാളികളുടേത്. എന്നാൽ ഇതുണ്ടാക്കുന്ന വിപത്തിനെ അവർ മറക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള റോട്ടറി പുരസ്കാരം നേടിയ ബാബു പറശ്ശേരിക്ക് സ്വീകരണം. പകർച്ചപ്പനി നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തുപോകണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. തൊണ്ടയാട് ബൈപ്പാസിൽ വീണ്ടും അപകടം. സിറ്റി ബസിനെ മറികടക്കാനുള്ള ദീർഘദൂര ബസിന്റെ ശ്രമത്തിൽ 7 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള റോട്ടറി പുരസ്കാരം നേടിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരിക്ക് സ്വീകരണം നൽകി. ജീവനക്കാർ ഒരുക്കിയ സ്വീകരണ പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് ട്രിവാൻഡ്രം റോയലിന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി തെരഞ്ഞെടുത്തത്. ജില്ലയിൽ ശ്രദ്ധേയവും നൂതനവുമായ പദ്ധതികളുടെ ആവിഷ്കരണം, ജനക്ഷേമകരമായ പദ്ധതികൾക്ക് നേതൃത്വം വഹിക്കൽ എന്നിവയാണ് ബാബു പറശ്ശേരിയെ വ്യത്യസ്തനാക്കിയത്. സിവിൽ സ്റ്റേഷനിൽ എഞ്ചിനീയേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജീവനക്കാർ പ്രൌഢഗംഭീരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന കാര്യങ്ങളിൽ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജനനേതാവാണ് ബാബു പറശ്ശേരിയെന്നും കുടിവെള്ളം, മാലിന്യം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായും മേയർ സ്മരിച്ചു. രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വികസന കാര്യങ്ങളിൽ നമ്മൾ യോജിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ നമ്മളെ ഈ നിലയിലേക്ക് മുന്നോട്ട് നയിക്കുന്നുണ്ട്. ചടങ്ങിൽ കളക്ടർ UV ജോസ് ബാബു പറശ്ശേരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട് അധ്യക്ഷയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ്, വികസനകാര്യ ചെയർമാൻ PG ജോർജ് മാസ്റ്റർ, പൊതുമരാമത്ത് ചെയർപേഴ്സൺ PK സജിത, ക്ഷേമകാര്യ ചെയർപേഴ്സൺ സുജാത മനക്കൽ, AK ബാലൻ, BD ജോസഫ്, MA ഷീല, AT ശ്രീധരൻ, PD ഫിലിപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. പകർച്ചപ്പനി നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തുപോകണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ക്യാമ്പസിലും രാജ്യത്തും എന്ന വിഷയത്തിൽ കൺവെൻഷൻ നടത്തുന്നതിന്റെ വിശദാംശങ്ങൾ വിവരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രിയാണ് കേരളത്തിൽ ഇന്ന് ആരോഗ്യ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തം. കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി. ഇവിടെ പനിമരണങ്ങൾ, ഇതിനെപ്പറ്റി ചർച്ച ഇന്ന് കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ നിലപാടെടുക്കുന്നു. ഇന്ന് പനിമരണങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ KSUവിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സംരക്ഷണ സദസ്സ് എന്ന പേരിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ക്യാമ്പസിലും രാജ്യത്തും എന്ന വിഷയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. ഈ മാസം 27-ന് ജയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ NSUI ദേശീയ പ്രസിഡന്റ് ഫിറോസ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് KM അധ്യക്ഷത വഹിക്കും. TCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ്, MLA ഷാഫി പറമ്പിൽ, റോജി M ജോൺ, അഡ്വക്കേറ്റ് VS ജോയ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പല മാനേജ്മെന്റുകളുടെയും കയ്യിൽ നിന്ന് അഴിമതി പണം വാങ്ങിയിരിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ മുമ്പോട്ട് പോകുന്നത് എന്ന് KSU സംശയിക്കുകയാണ്. രാജിവെച്ച് പോകാൻ തയ്യാറാവണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. ബസ്സുകളുടെ മത്സരയോട്ടം തൊണ്ടയാട് ബൈപ്പാസിൽ പതിവാകുന്നു. അമിത വേഗതയിൽ സിറ്റി ബസിനെ മറികടക്കാനുള്ള ദീർഘദൂര ബസിന്റെ ശ്രമത്തിൽ 7 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്.
തൊണ്ടയാട് ബൈപ്പാസിന് സമീപം രാവിലെ 9:45 സംഭവം. സിറ്റി ബസിനെ ഓവർടേക്ക് ചെയ്ത് അമിത വേഗതയിൽ സിഗ്നൽ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത്. നിലമ്പൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന എക്സ്പ്രസ് ബസ് റോഡിനു സമീപം നിർത്തിയിട്ട ലോറിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന 5 ബൈക്കുകൾക്ക് നടുവിലേക്കാണ് ലോറി മറിഞ്ഞത്. റോഡിന് സമീപത്തെ മരത്തിൽ ലോറി തട്ടി നിന്നത് വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. അപകടത്തിൽ ബസ് ഡ്രൈവർക്ക് കാര്യമായ പരിക്കുകളുണ്ട്. പരിക്കേറ്റ യാത്രക്കാരുൾപ്പെടെയുള്ളവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തൊണ്ടയാട് ബൈപ്പാസിൽ തന്നെ കഴിഞ്ഞ മാസം നടന്ന ബസ് അപകടത്തിന് കാരണവും അമിത വേഗതയായിരുന്നു. നഗരത്തിലൂടെയുള്ള ബസ്സുകളുടെ അമിത വേഗതയ്ക്ക് പൂട്ടിടാൻ അധികൃതർ കാണിക്കുന്ന നിസ്സംഗത ചൂണ്ടിക്കാണിക്കുകയാണ് ഈ അപകടവും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കുറ്റിച്ചിറ പരപ്പിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നഗരം വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കുറ്റിച്ചിറ പരപ്പിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരം വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക, രൂക്ഷമായ വിലക്കയറ്റം തടയുക, പനി പ്രതിരോധ നടപടികൾ ഊർജിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു പ്രതിഷേധം. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കുറ്റിച്ചിറ മണ്ഡലം പ്രസിഡന്റ് EV ഫിറോസ് അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി KP നിഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. EV ഉസ്മാൻ കോയ, PM നിയാസ്, ജോർജ് മേച്ചേരി, SK അബൂബക്കർ, PP സുൽഫിക്കർ അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ഭിന്നലിംഗക്കാർ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടവരല്ലെന്നും പിന്തുണ നൽകി കൂടെ നിർത്തേണ്ടവരാണെന്നും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. ഭിന്നലിംഗക്കാർക്ക് സമൂഹത്തിന്റെ സ്വീകാര്യത ഉറപ്പുവരുത്താനായി നവോദയ മൂവ്മെന്റ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നലിംഗക്കാർക്ക് സമൂഹത്തിൽ സ്വീകാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ജെൻഡർ പാരിറ്റി എ റിയാലിറ്റി ചെക്ക് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. നവോദയ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നവോദയ മൂവ്മെന്റ് പ്രസിഡന്റ് റവറൽ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ്, റവറൽ ഡോക്ടർ തോമസ് മാർ തീത്തോസ്, ഓർഗനൈസർ പ്രീതി കുരുവിള, പ്രശാന്ത് നായർ IAS തുടങ്ങിയവർ സംബന്ധിച്ചു. ഭിന്നലിംഗക്കാർ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടവരല്ലെന്നും പിന്തുണ നൽകി കൂടെ നിർത്തേണ്ടവരാണെന്നും മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമൂഹത്തിന്റെ ചുറ്റുപാടുകളറിഞ്ഞ് നാം ജീവിക്കണം. സഹായമേകേണ്ടവന് സഹായം ലഭ്യമാക്കേണ്ടത് മനുഷ്യ സഹജമാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടുന്ന, പ്രത്യേകിച്ച് കരുണ അർഹിക്കുന്ന ആളുകൾക്ക് നമുക്കത് നൽകാൻ സാധിച്ചില്ല, ജീവിതത്തിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഭിന്നലിംഗക്കാർക്ക് നീതി ഉറപ്പുവരുത്തുക, സന്തോഷത്തോടെ ജീവിക്കാൻ അവസരമൊരുക്കുക, ഉപജീവന മാർഗം കണ്ടെത്താൻ സഹായിക്കുക, മെഡിക്കൽ സാമൂഹ്യ രംഗത്ത് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ബോധവൽക്കരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഭിന്നലിംഗക്കാരുടെ ഉന്നമനത്തിനായി പദ്ധതികൾ ഒരുക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. വിവിധ സെക്ഷനുകളിലായി നടന്ന പരിപാടിയിൽ ഡോക്ടർ MK മുനീർ MLA, കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ AK ജയശ്രീ, ആർട്ടിസ്റ്റ് ശീതൾ ശ്യാം തുടങ്ങിയവരും സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല. രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാഡിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം, പേടിക്കണ്ട. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല, 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി.
പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറ സാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്. സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം. +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. വാർത്തകൾ തുടരുന്നു. വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയതോടെ ബേപ്പൂർ ഇരട്ടിച്ചിറ റോഡിൽ ഇഴജന്തുക്കളുടെയും നായയുടെയും ശല്യം വർദ്ധിച്ചു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും ഇപ്പോൾ ഇവിടെ എളുപ്പമായി. പ്രശ്നപരിഹാരത്തിന് അധികൃതർ ഇടപെടാത്തതിനാൽ സമീപത്തെ റെസിഡൻസ് പ്രവർത്തകർ തന്നെ പരിസരം വൃത്തിയാക്കി. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ശീലങ്ങൾ മാറ്റില്ല എന്ന വാശിയിലാണ് ജനങ്ങൾ. മാലിന്യങ്ങൾ റോഡരികുകളിൽ വലിച്ചെറിയുന്ന പതിവ് തുടരുമ്പോൾ ഒരു വലിയ വിപത്തിന് വഴിയൊരുക്കുകയാണിതെന്ന് മനസ്സിലാക്കുന്നില്ല. ഇത് ബേപ്പൂർ ഇരട്ടിച്ചിറ റോഡ്. ഓരോ ദിവസം കൂടുന്തോറും മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി വരികയായിരുന്നു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അവസ്ഥ. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലയിലെ 47-ാം വാർഡിലാണ് ഈ സംഭവം. അധികൃതർ ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം സമീപത്തെ സ്വരലയം റെസിഡൻസ് ശുചീകരണ പ്രവൃത്തി ഏറ്റെടുത്തു. സ്ത്രീകളും കുട്ടികളും ഭയപ്പാടോടെയാണ് ഇവിടം കടന്നുപോകുന്നത്. കാരണം നായ, കുറുക്കൻ, പാമ്പ് പോലുള്ളവയുടെ ശല്യം കൊണ്ടാണ്. ഇവിടെ വേസ്റ്റുകൾ കൊണ്ട് ഇട്ട് എറിഞ്ഞു പോവുകയാണ്. എത്രയോ വർഷമായിട്ട് നമ്മൾ അധികാരികളെടുത്ത് പല എഴുത്തും കുത്തും കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. 6 മണിയാവുമ്പോൾ ഇവിടെ കൂരിരുട്ടാണ്. ജോലി വരുന്ന സ്ത്രീകൾ ഓടുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഈ കോർപ്പറേഷൻ ഇത്രയും മോശമായ ഒരു ഡിവിഷനിൽ നമ്മൾ റോഡും കുട്ടികളൊക്കെ ആകെ വിഷമത്തിലാണുള്ളത്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് C. അസീസ്, K. അജീഷ്, T. ഹബീബ്, വെള്ളപ്പായി സുനിൽകുമാർ, P. രഘുവരൻ, K. പ്രകാശൻ, P. ഫാസിൽ, M. മോഹനൻ, KP മർസൂഖ് തുടങ്ങിയവരാണ് ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയത്. അടഞ്ഞുകിടന്ന റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപത്തെ സ്റ്റോർ മുറിയിൽ അഴുകിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കൊണ്ടോട്ടി സ്വദേശി അസ്മാബിയായിരുന്നു മരിച്ചത്. സംഭവത്തിൽ കണ്ണൂർ ആറളം സ്വദേശി അനീഷ് പിടിയിലായി. കൊലപാതകത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഏറെക്കാലമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു. ഇതിനിടെ അസ്മാബി മറ്റൊരാളോടൊപ്പം കഴിഞ്ഞതും മാരകരോഗം പിടിപെട്ട കാര്യം മറച്ചുവെച്ചതും അനീഷിനെ ക്ഷുഭിതനാക്കി. ഒരു ദിവസം അനീഷ് മദ്യം കഴിക്കാനായി അസ്മാബിയെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ക്വാർട്ടേഴ്സിലേക്ക് ക്ഷണിച്ചു. ഇരുവരും മദ്യപിച്ച ശേഷം വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ അനീഷ് അസ്മാബിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. കൊല നടത്തിയ ശേഷം ബത്തേരി, മംഗളൂരു, ശിവമൊഗ, ദാവനഗരെ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു. 1 മാസത്തിനു ശേഷമാണ് അസ്മാബിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഇടതുകൈയില്ലാത്ത നിലയിലായിരുന്നു. കൈ തെരുവു നായകൾ കടിച്ചെടുത്തതാകാമെന്നാണ് സംശയം. വലതു കൈവിരലിൽ നിന്ന് ഒരു മോതിരം ലഭിച്ചിരുന്നു. അസ്മാബിയുടെ അടുപ്പക്കാരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അനീഷ് ഒളിവിലാണെന്ന് മനസ്സിലായത്. പിന്നീട് അനീഷ് മംഗലാപുരത്ത് നിന്ന് ഇവരുടെ സംഘത്തിലെ ഒരാളുടെ ഫോണിലേക്ക് വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചു. അനീഷ് വിളിച്ച നമ്പർ പോലീസ് പിന്തുടർന്നു. മറ്റൊരാളെ കൊണ്ട് അനീഷിനെ പാളയത്തേക്ക് വിളിച്ചുവരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. DCP G. ജയദേവിന്റെ നിർദ്ദേശപ്രകാരം ടൗൺ CI PM മനോജ്, SI EK ഷിജു, ACP KP അബ്ദുൾ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ക്വാഡംഗങ്ങളായ SSI സജി ഷിനോജ്, CPOമാരായ P. ജയചന്ദ്രൻ, K. ഷജിൽ കുമാർ, M. ഷജുൽ, K. രൺദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ബിയോണ്ട് വേർഡ്സ് എന്ന പേരിൽ 3ാമത് വാർത്താ ചിത്ര പ്രദർശനത്തിന് ഈ മാസം 26-ന് തുടക്കമാകും. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിക്കുന്ന ചിത്ര പ്രദർശനം അഞ്ജലി അമീറ ഉദ്ഘാടനം ചെയ്യും. ഏറ്റവും ശ്രദ്ധേയമായി എടുത്തിട്ടുള്ള വാർത്താ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം, അത് ജനങ്ങളെ
സമൂഹത്തെ കാണിക്കുക എന്നുള്ള ദൗത്യം കോഴിക്കോട് പ്രസ് ക്ലബ്ബ് ഏറ്റെടുക്കുകയാണ്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോം ബിയോണ്ട് വേർഡ്സ് എന്ന പേരിൽ 3ാമത് വാർത്താചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 26-ന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. ഈ മാസം 30 വരെയാണ് പ്രദർശനം നടക്കുക. 35ഓളം ഫോട്ടോഗ്രാഫർമാരുടെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം കാണാനെത്തുന്നവർക്കായി അടിക്കുറിപ്പ് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. സാഹസികമായിട്ട് ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരുടെ ഏറ്റവും നല്ല ചിത്രങ്ങൾ, ഒരു വർഷത്തിനിടെ അവർ എടുത്ത ഏറ്റവും നല്ല ചിത്രങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ, അതാണ് നമ്മൾ അടുത്ത 4 ദിവസങ്ങളിലായിട്ട് എല്ലാ വർഷവും നമ്മൾ ഇത്തരം എക്സിബിഷൻസ് സംഘടിപ്പിക്കാറുണ്ട്. ഇതിന്റെ പേര് തന്നെ ബിയോണ്ട് ദ വേർഡ്സ് ആണ്. കോഴിക്കോട് സിറ്റി സർവീസ് ബാങ്കിന്റെ ഏജന്റ് എന്ന വ്യാജ പ്രചരണം നടത്തി ലോൺ തട്ടിപ്പ് നടത്തിയ ചാത്തോത്ത് സദാനന്ദനെതിരെയും ബാങ്കിനെതിരെയും വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കൊടുക്കുന്ന കക്ഷികളോട് അവർക്ക് വേണ്ട 5-10 ലക്ഷം റുപ്യ കൊടുത്തതിന് ശേഷം ബാലൻസ് പൈസ ഞങ്ങൾ എടുക്കുമെന്നും ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നും ഈ ലോണിന്റെ കാലാവധി തീരുന്ന കാലത്ത് മാത്രം നിങ്ങൾ എടുക്കുന്ന പലിശ അടയ്ക്കാതെ മൊത്തം പൈസ മാത്രം അടച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിലെത്തുക. എന്നിട്ട് അത് എഗ്രിമെന്റ് സ്റ്റാമ്പ് പേപ്പറിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നീട് പേപ്പറുകൾ വരെ, അതായത് ബാങ്കിൽ നിന്ന് ലോൺ അടയ്ക്കാതിരിക്കുമ്പോൾ ഒരു കടലാസ് വരെ ഈ കക്ഷികൾക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ബാങ്കിനെ നേരിട്ട് സ്വാധീനിച്ചുകൊണ്ട് പേപ്പർ കൈക്കലാക്കും. കോഴിക്കോട് സിറ്റി സർവീസ് ബാങ്കിന്റെ ഏജന്റാണെന്ന് വ്യാജ പ്രചരണം നടത്തി ലോൺ തട്ടിപ്പ് നടത്തിയ ചാത്തോത്ത് സദാനന്ദനെതിരെയും ബാങ്കിനെതിരെയും വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്ക് ഇതിനെതിരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുണ്ടായില്ലെന്നും ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു. സദാനന്ദന്റെ വീടിന് മുന്നിൽ സമരം നടത്തിയതിനെതിരെ സദാനന്ദന്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസുകാർ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെയും വഞ്ചിക്കപ്പെട്ടവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും ഇവർ ആരോപിച്ചു. ദേശാഭിമാനി അറിവരങ്ങ് ജില്ലാതല ഉദ്ഘാടനം മാത്രയിൽ നടന്നു. EMS ഹാളിൽ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി അറിവരങ്ങ് പഞ്ചായത്ത് തല മത്സരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. എനിക്ക് സ്കൂൾ പഠിത്തത്തെക്കാൾ വായനശാലയാണ് എനിക്ക് അറിവ് തന്നത്. അവിടുന്ന് മുമ്പോട്ട് വന്ന് ലൈബ്രറി എത്തിയില്ല ഞാൻ എന്ന് പറയുന്നത് എൻ്റെ വായനയുടെ അല്ലെങ്കിൽ അതിൽ നിന്ന് നേടിയ അറിവിൽ നിന്ന് ഉണ്ടായ സംഭവം. മാത്ര EMS ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ K. ബൈജു സ്വാഗതം പറഞ്ഞു. രവി പറശ്ശേരി, ബാബു പറശ്ശേരി, N. മനോജ് കുമാർ, K. തങ്കമണി, മുസാഫർ അഹമ്മദ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. അതല്ല ഇതാ Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നഗരം. ടൗൺഹാളിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുശോചന യോഗം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന് നഗരം ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോഴിക്കോട് ടൗൺഹാളിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുശോചന യോഗം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായിരുന്നു ഉഴവൂരെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയം അദ്ദേഹത്തിനുണ്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരു മാഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പാകെ ഉണ്ടായത്. അല്ലാതെ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വേർപാടാണ് സത്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മരിക്കാനൊരു ദിവസം ഉണ്ടെന്നാണ് അന്ന് എന്തായാലും പോയിരിക്കുന്നത്. എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായാലും
അതിനാർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അദ്ദേഹത്തിന് അത്രയും കാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. LDF കൺവീനർ മുക്കം മുഹമ്മദ്, CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, E ബേബി വാസൻ, TV ബാലകൃഷ്ണൻ, K ലോഹ്യ, PP മജീദ്, അബ്ദുൽ അസീസ്, K മൊയ്തീൻ ഖോയ, PR സുനിൽ സിംഗ്, PM കരുണാകരൻ, മുരളീധരൻ പട്ടേരി തുടങ്ങിയവർ സംസാരിച്ചു. ബസിന്റെ ആദ്യ ദിനത്തിലെ കളക്ഷൻ സാന്ത്വന പരിചരണത്തിന് മാറ്റിവെച്ച് അൽ അമീൻ മോട്ടോഴ്സ്. കടലുണ്ടി ഗ്രാമത്തിലേക്ക് ആദ്യമായി സർവീസ് ആരംഭിച്ച ബസ്സാണ് കളക്ഷനും ജീവനക്കാരുടെ വേതനവും അടക്കം 20,005 രൂപ നവധാര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിനായി കൈമാറിയത്. 25 വർഷക്കാലം കടലുണ്ടി റൂട്ടിൽ സർവീസ് നടത്തിയ പഴയ അൽ അമീൻ ബസ് സർക്കാർ നിശ്ചയിച്ച കാലപരിധി കഴിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം സർവീസ് നിർത്തുകയുണ്ടായി. പകരമായി എത്തിച്ച ബസിന്റെ ആദ്യ ദിനത്തെ കളക്ഷൻ പാലിയേറ്റീവ് സെന്ററിന് നൽകണമെന്ന് ഫറൂഖ് ബസ് കൂട്ടായ്മയിൽ അഭിപ്രായമുയർന്നിരുന്നു. ഇക്കാര്യം ജീവനക്കാരോട് പറഞ്ഞപ്പോൾ അവർ ഒരു ദിവസത്തെ തങ്ങളുടെ വേതനം നൽകാനും സന്നദ്ധത പ്രകടിപ്പിച്ചു. ബസിന്റെ മുൻപിൽ പ്രത്യേക ബാനർ സ്ഥാപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സർവീസ്. ഇത് കണ്ട യാത്രക്കാർ പൂർണ്ണമായും സഹകരിച്ചു. രാവിലെ 5:30 മുതൽ രാത്രി 7:30 വരെ നടത്തിയ സർവീസിൽ പലരും യാത്രാനിരക്കിലും അധികം തുക നൽകുകയുണ്ടായി. പാവപ്പെട്ട രോഗികൾക്ക് കൈത്താങ്ങാകാൻ സർവീസ് നടത്തിയ ബസ്സിന് കൂട്ടായ്മ നേതൃത്വത്തിൽ ഫറൂഖ് ശങ്കിൽ സ്വീകരണവും നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട് ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നവധാര പാലിയേറ്റീവ് സെക്രട്ടറി K മുരളീധര ഗോപാൽ അധ്യക്ഷം വഹിച്ചു. നവധാര ചീഫ് കോർഡിനേറ്റർ ഉദയൻ കാർക്കോളി, ബസ് ഉടമകളായ PK അബ്ദുറഹിമാൻ, MP സന്തോഷ് കുമാർ, സുലൈമാൻ പാലാഴി, മാനേജർ അണിക്കോറത്ത് സുനിൽ, തയ്യിൽ ഫൈസൽ, നന്ദൻ കാക്കതിരുത്തി, C അബ്ദുറഹിമാൻ, വെൺമണി ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പെരുമണ്ണ തെക്കേപ്പാടം തരിശുവയലിൽ നെല്ലും മീനും പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുണ്ടങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന നെല്ലും മീനും പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. 12ാം വാർഡിൽ തെക്കേപ്പാടം പണ്ടാരിച്ചാലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പാടത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടങ്ങോട്ട് 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. നെല്ലും മീനും എന്ന പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് 15,000 മീൻ കുഞ്ഞുങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. നെല്ലും മീനും പദ്ധതിയുടെ 1ാം ഘട്ടം PT റഹീം MLA ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പണ്ടാരച്ചാലിൽ പ്രദേശത്തെ 2.5 ഏക്കർ സ്ഥലത്ത് 1000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. 8 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകുന്ന ഇനങ്ങളായ ഗ്രാസ് കാർപ്പ്, കട്ട്ല, ഫിലോപ്പിയ തുടങ്ങിയ വിവിധ ഇനങ്ങളിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് K അജിത, ഉഷാകുമാരി, ബാലൻ നായർ, T നിസാർ, MA പ്രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. എതിർ രാഷ്ട്രീയക്കാരെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന CPMന്റെ ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ ഉദാഹരണമാണ് പയ്യന്നൂരെന്ന് RSS പ്രാന്തകാര്യവാഹ് P ഗോപാലൻകുട്ടി. മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ ജനകീയ സമിതി പയ്യന്നൂരിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ ജനകീയ സമിതി പയ്യന്നൂരിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. RSS പ്രാന്തകാര്യവാഹ് P ഗോപാലൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എതിരാശയക്കാരെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന CPMന്റെ ഫാസിസ്റ്റ് സമീപനത്തിന്റെ ഉദാഹരണമാണ് പയ്യന്നൂരെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. CPIയോട് പോലും ഇതേ സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. സമാധാന ശ്രമങ്ങളെ CPM അട്ടിമറിക്കുന്നു. പയ്യന്നൂരിലെ അക്രമങ്ങൾ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾക്ക് താല്പര്യമില്ലാത്ത, തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായി നിൽക്കാത്ത ഏതു പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തകന്മാരെയും ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ആസൂത്രിതമായ രീതിയിൽ കൊലപാതകങ്ങൾ നടത്തുന്ന പാരമ്പര്യവും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. RSS കോഴിക്കോട് വിഭാഗ് കാര്യവാഹ് NK ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു, OK ധർമ്മരാജ്, അനിൽ മായനാട്, TV ഉണ്ണികൃഷ്ണൻ, C ഗംഗാധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ ഇന്ത്യൻ വിജയികൾ ഇനി തായ്ലൻഡിലേക്ക്. പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഇന്റർനാഷണൽ വേൾഡ് ഫൈനൽസിലേക്ക് ഇവർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫാഷൻ റൺവേയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം ടാഗോർ ഹാളിൽ വെച്ച് നടന്ന ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിനാലയിലെ 5 വിജയികൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചിയാങ് മൈ തായ്ലൻഡിലെ
ജൂലൈ 26 മുതൽ 30 വരെ നടക്കുന്ന പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഇന്റർനാഷണൽ എന്ന പരിപാടിയുടെ വേൾഡ് ഫൈനൽസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 35 രാജ്യങ്ങളിൽ നിന്നുള്ള 70ഓളം കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ വിജയികളാവുന്ന കുട്ടികൾക്ക് പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൽകുന്നതാണ്. ദ സെന്റർ സ്റ്റേജ് ഓർഗനൈസേഷൻ തായ്ലൻഡാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. അവിടെയുള്ളത് 35 കൺട്രീസ് ആണ് അവിടുത്തെ കോമ്പറ്റീഷന് വരുന്നത്. അതിൽ അറൌണ്ട് 70 കണ്ടസ്റ്റൻസും ഉണ്ട്. ഇതേപോലെ നമ്മളിപ്പം ഇന്ത്യ റിപ്രസെന്റ് ചെയ്ത് പോകുന്നത് ഈ 5 കുട്ടികൾ, അതേപോലെ പല കൺട്രിയിൽ നിന്നും 3-4 കിഡ്സ് അതെ. വാർത്താ സമ്മേളനത്തിൽ ഫാഷൻ റൺവേ ഡയറക്ടർ അരുൺ രത്ന, ഡിസൈനർ ആൻ മാത്യു, വിജയികളായ ആമി KP, വിയാഗ, നിഹാരിക MJ, ഋതിക B, ശരൺ രഞ്ജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. സോക്കർ അക്കാദമി കടലുണ്ടിയുടെ കുടുംബസംഗമം നടന്നു. കടലുണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ഭക്തവത്സൻ ഉദ്ഘാടനം ചെയ്തു. 2015 മെയ് മാസത്തിലാണ് കടലുണ്ടി കേന്ദ്രീകരിച്ച് സോക്കർ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. ഇത്തവണത്തെ കുടുംബസംഗമം മണ്ണൂർ കൃഷ്ണ UP സ്കൂളിലാണ് നടന്നത്. കടലുണ്ടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൺമുഖൻ പിലാക്കാട്ട് അധ്യക്ഷം വഹിച്ച ചടങ്ങ് മുൻ കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ഭക്തവത്സരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KJ മത്തായി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ, സോക്കർ അക്കാദമി രക്ഷാധികാരി അണ്ടിപ്പറ്റ് ബാബു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചീഫ് കോച്ച് മാജിദൻ അഹമ്മദ് ക്യാമ്പ് വിശദീകരിച്ചു. വാർഡംഗങ്ങളായ രമേശൻ ചെറുകാട്, ദിനചന്ദ്രൻ, സോക്കർ അക്കാദമി സെക്രട്ടറി അനിൽകുമാർ B, പ്രസിഡന്റ് TV രാജേഷ് എന്നിവർ സംസാരിച്ചു. സോക്കർ അക്കാദമി ട്രഷറർ ഇസ്മായിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാവിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നടന്ന മോട്ടിവേഷൻ ക്ലാസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ട്രെയിനർ ഡോക്ടർ അഗസ്റ്റിൻ B ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. വൈകിട്ട് അക്കാദമി കുടുംബാംഗങ്ങളുടെ കലാകായിക പരിപാടികളും അരങ്ങേറി. മാറാരോഗങ്ങൾക്കും മഹാവ്യാധികൾക്കും ഉത്തമ ആയുർവേദ ചികിത്സയും പരിഹാരവും ഉറപ്പുവരുത്തി മർമ്മസൂത്രം പാരമ്പര്യസിദ്ധ മർമ്മ ആയുർവേദ വൈദ്യശാല. അനുഭവസിദ്ധന്മാരായ ഗുരുക്കന്മാരുടെ മേൽനോട്ടത്തിൽ വൈദ്യശാലയിൽ തന്നെ നിർമ്മിക്കുന്ന മരുന്നുകളാൽ ഫലപ്രദമായ മർമ്മ ചികിത്സാ രീതികൾ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ സംഭാവനയാണ് മർമ്മ ചികിത്സ. എന്നാൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ ആരോഗ്യരക്ഷാ മാർഗത്തെ തനതായ പാരമ്പര്യങ്ങൾ നിലനിർത്തി സംരക്ഷിക്കുകയാണ് പുതിയ നിരത്ത് പ്രവർത്തിച്ചു വരുന്ന മർമ്മസൂത്രം പാരമ്പര്യ സിദ്ധമർമ്മ വൈദ്യശാലയിൽ. മാറാരോഗങ്ങൾക്കും മഹാവ്യാധികൾക്കുമുള്ള എല്ലാ മരുന്നുകളും വളരെ ശാസ്ത്രീയമായും അനുഭവസിദ്ധന്മാരായ ഗുരുക്കന്മാരുടെ മേൽനോട്ടത്തിൽ വൈദ്യശാലയിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. മാനസികവും ശാരീരികവുമായ വ്യതിയാനങ്ങളെ കണ്ടെത്തി ശരീരത്തെ സ്വസ്ഥമാക്കുവാൻ കർക്കിടക ചികിത്സയും ആരംഭിച്ചിരിക്കുന്നു. പാരമ്പര്യ വൈദ്യത്തിൽ കേരളത്തിലെ ആദ്യത്തെ വേദന നിവാരണ വൈദ്യശാല കൂടിയാണ് മർമ്മസൂത്രമെന്ന് വൈദ്യശാല മാനേജർ ജാൻസി പറയുന്നു. വൈദ്യശാല ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടും ഗവേഷണം നടത്തിയിട്ടും ബോധവൽക്കരിച്ചിട്ടും കൂടെ ഒരു നടത്താനുള്ള സ്ഥാപനമായിട്ടാണ് നമ്മളിതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കർക്കിടക ചികിത്സ ഇപ്പോൾ ഈ എല്ലാ സീസണിലും ഞങ്ങൾ നടത്തിപ്പോരുന്നതാണ്. അത് നടക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ രോഗങ്ങളെ സംബന്ധിച്ച ചികിത്സകളാണ് നടത്തുന്നത്. നട്ടെല്ല്, നാഡീഞരമ്പുകൾ, സന്ധികൾ, മാംസപേശികൾ, അസ്ഥികൾ എന്നിവയ്ക്ക് ഊർജം പകർന്ന് ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള ഫലപ്രദമായ ചികിത്സാരീതികളും സന്ധിവാദം, ആമവാദം തുടങ്ങി എല്ലാ വാതരോഗങ്ങൾക്കും, മസ്തിഷ്കാഘാതത്താൽ വരുന്ന തളർച്ച, ബലക്ഷയം, മൈഗ്രെയിൻ, ക്യാൻസറിനാൽ അനുഭവിക്കുന്ന വേദന തുടങ്ങിയവയ്ക്കെല്ലാം പരിഹാരവും ഇവിടെ ഉറപ്പുവരുത്തുന്നു. ഇവിടുത്തെ ഭക്ഷണക്രമവും മറ്റു രീതികളും അന്തരീക്ഷവുമെല്ലാം ഗൃഹാതുരത്വം നിറഞ്ഞ ചികിത്സാരീതി ലഭ്യമാക്കുന്നുവെന്ന് ഹൃദ്രോഗിയായി ചികിത്സക്കെത്തിയ കൊച്ചിയിൽ നിന്നുള്ള നാസിമുദ്ദീൻ പറയുന്നു. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വൈദ്യശാലയിൽ നിരവധി പേരാണ് ചികിത്സയ്ക്കെത്തുന്നത്. എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സാരീതികളും ഉത്തമ പരിഹാര മാർഗങ്ങളും പുതിയ നിരത്ത് പ്രവർത്തിക്കുന്ന മർമ്മസൂത്രം ഉറപ്പുവരുത്തുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള റോട്ടറി പുരസ്കാരം നേടിയ ബാബു പറശ്ശേരിക്ക് സ്വീകരണം. പകർച്ചപ്പനി നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തുപോകണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. തൊണ്ടയാട് ബൈപ്പാസിൽ വീണ്ടും അപകടം. സിറ്റി ബസിനെ മറികടക്കാനുള്ള ദീർഘദൂര ബസിന്റെ ശ്രമത്തിൽ 7 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.